ഹലോ ഗൈസ്, ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് ഫണ്ടമെൻ്റൽ ജോയിൻറ്റ് മൂവ്മെൻറ്റ്സിനെ പറ്റിയാണ്. സോ എന്താണ് ഫണ്ടമെൻ്റൽ ജോയിൻറ്റ് മൂവ്മെൻറ്റ്സ്? നമ്മുടെ ജോയിൻറ്റിൽ സംഭവിക്കുന്ന എന്ത് തരത്തിലുള്ള മൂവ്മെൻറ്റ്സും, അതിപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോഴായാലും മറ്റെന്തൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴായാലും നമ്മുടെ ജോയിൻറ്റിൽ സംഭവിക്കുന്ന മൂവ്മെൻറ്റ്സിനെയാണ് ഫണ്ടമെൻ്റൽ ജോയിൻറ്റ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പലവിധത്തിലാണ്. ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് സജിറ്റൽ പ്ലെയിൻ മൂവ്മെൻറ്റ്സ്, ഫ്രണ്ടൽ പ്ലെയിൻ മൂവ്മെൻറ്റ്സ്, ട്രാൻസ്വേഴ്സ് പ്ലെയിൻ മൂവ്മെൻറ്റ് ആൻഡ് സ്പെഷ്യൽ മൂവ്മെൻറ്റ്സ് ഇൻ സ്പെസിഫിക് ജോയിൻറ്റ്സ്. ആദ്യമായി തന്നെ നമ്മൾ കിടക്കുന്നത് സജിറ്റൽ പ്ലെയിൻ മൂവ്മെൻറ്റ്സ്. എന്തൊക്കെയാണ് സജിറ്റൽ പ്ലെയിൻ മൂവ്മെൻറ്റ്സ്? ഈ മൂവ്മെൻറ്റ്സ് ഫ്ലെക്ഷൻ, എക്സ്റ്റൻഷൻ ആൻഡ് ഹൈപ്പർ എക്സ്റ്റൻഷൻ, ഇതെല്ലാമാണ് സജിറ്റൽ പ്ലെയിൻ മൂവ്മെൻറ്റ്. ഫ്ലെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോയിൻറ്റ്സിലെ ആംഗിൾ ഡിക്രീസ് ചെയ്യുന്നു, അതിനാണ് ഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എക്സ്റ്റൻഷൻ ഈസ് ഇൻക്രീസിങ് ദ ആംഗിൾ ബിറ്റ്വീൻ യുവർ ജോയിൻറ്റ്സ്. ഹൈപ്പർ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജോയിൻറ്റ്സിന് ഒരു ഇന്ന രീതിയിൽ വരെ എക്സ്റ്റൻഷൻ ചെയ്യാം. സോ അതും കഴിഞ്ഞ് പോകുമ്പോഴാണ് അതിനെ ഹൈപ്പർ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അടുത്തായി നമ്മൾ പോകുന്നത് ഫ്രണ്ടൽ പ്ലെയിൻ മൂവ്മെൻറ്റ്സ്. എന്തൊക്കെയാണ് ഫ്രണ്ടൽ പ്ലെയിൻ മൂവ്മെൻറ്റ്സ്? ലാറ്ററൽ ഫ്ലെക്ഷൻ, അഡക്ഷൻ ആൻഡ് അബ്ഡക്ഷൻ. എന്താണ് ലാറ്ററൽ ഫ്ലെക്ഷൻ? നമ്മുടെ സ്പൈനിൻ്റെ സൈഡ് വേഡ് മൂവ്മെൻറ്റിനെയാണ്, അല്ലെങ്കിൽ സൈഡ് വേഡ് റൊട്ടേഷനെയാണ് ലാറ്ററൽ ഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. അടുത്തായി എന്താണ് അബ്ഡക്ഷൻ? നമ്മുടെ ലിംസ് നമ്മുടെ മീഡിയൽ ലൈനിൻ്റെ എവേ ആയി പോകുന്നതിനെയാണ് അബ്ഡക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് അഡക്ഷൻ? നമ്മുടെ ലിംസ് നമ്മുടെ മീഡിയൽ ലൈനിനോട് ചേർന്ന് വരുന്നതിനെയാണ് അഡക്ഷൻ എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാൻസ്വേഴ്സ് പ്ലെയിൻ മൂവ്മെൻറ്റ്സ്. എന്തൊക്കെയാണ് ട്രാൻസ്വേഴ്സ് പ്ലെയിൻ മൂവ്മെൻറ്റ്? റൊട്ടേഷൻ, ഇന്റേണൽ റൊട്ടേഷൻ ആൻഡ് എക്സ്റ്റേണൽ റൊട്ടേഷൻ ആർ ട്രാൻസ്വേഴ്സ് പ്ലെയിൻ മൂവ്മെൻറ്റ്സ്. റൊട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോൺസ് അതിൻ്റെ ആക്സിസിൽ തന്നെ തിരിയുന്നതിനെയാണ് റൊട്ടേഷൻ അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് യുവർ ആംഗിൾ എന്ന് പറയുന്നത്. അതേപോലെ ഇൻറ്റേർണൽ റൊട്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോൺ മീഡിയൽ ലൈനിനോട് ഇൻറ്റേർണലായി റൊട്ടേറ്റ് ചെയ്യുന്നതിനെ ഇൻറ്റേർണൽ റൊട്ടേഷൻ എന്ന് പറയുന്നു. അതേപോലെ തന്നെ എക്സ്റ്റേണൽ റൊട്ടേഷൻ നമ്മുടെ ബോൺ അല്ലെങ്കിൽ ജോയിൻറ്റ്സ് എക്സ്റ്റേണലായി റൊട്ടേറ്റ് ചെയ്യുന്നതിനെ എക്സ്റ്റേണൽ റൊട്ടേഷൻ എന്നും പറയുന്നു. അടുത്തതായി നമ്മൾ പോകുന്നത് സ്പെഷ്യൽ ജോയിൻറ്റ് മൂവ്മെൻറ്റ്സ്. എന്തൊക്കെയാണ് സ്പെഷ്യൽ ജോയിൻറ്റ് മൂവ്മെൻറ്റ്സ്? സർക്കംഡക്ഷൻ, നമ്മുടെ ഫ്ലെക്ഷൻ, എക്സ്റ്റൻഷൻ, അബ്ഡക്ഷൻ, അഡക്ഷൻ, ഇതെല്ലാം ഒരുമിച്ച് കൂടുന്നതിനെയാണ് സർക്കംഡക്ഷൻ എന്ന് പറയുന്നത്. അടുത്തതായി എലവേഷൻ, ലിഫ്റ്റിംഗ് യുവർ ബോഡി ഓർ റൈസിങ് യുവർ ബോഡി പാർട്ട് അപ്വേർഡ്സ്, ഇതിനെ എലവേഷൻ എന്ന് പറയുന്നു. ഷോൾഡർ ഷ്രഗ് ഇതിനൊരു എക്സാമ്പിളാണ്. അടുത്തായി ഡിപ്രഷൻ, ഡൗണിങ് യുവർ ബോഡി പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി പാർട്ടിനെ താഴത്തേക്ക്. എലവേഷൻ റൈസ് ആണെങ്കിൽ, ഡിപ്രഷൻ താഴത്തേക്ക്. അടുത്തായി നമ്മൾ പോകുന്നത് പ്രൊട്രാക്ഷൻ, മൂവിങ് യുവർ ബോഡി പാർട്ട് ഫോർവേഡിലിട്ട് നിങ്ങളുടെ ബോഡി പാർട്ടിനെ കൊണ്ടുവരുന്നതിനാണ് പ്രൊട്രാക്ഷൻ എന്ന് പറയുന്നത്. റിട്രാക്ഷൻ സെയിം തന്നെ, ബാക്കിലേക്ക് ഒരു ബോഡി പാർട്ടിനെ ബാക്കിലേക്ക് കൊണ്ടുവരും. അടുത്തത് നമ്മൾ പോകാൻ പോകുന്നതാണ് സുപ്പിനേഷൻ, റൊട്ടേറ്റിംഗ് യുവർ ഫോർ ആം പാം അപ്പ്. അതിൽ പ്രൊണേഷൻ, റൊട്ടേറ്റിംഗ് യുവർ ഫോർ ആം പാർട്ട് ഡൗൺ. അടുത്തത് നമ്മൾ പോകാൻ പോകുന്നതാണ് ഇൻവേർഷൻ, ടേണിങ് യുവർ സോൾ ഇൻവേർഡ്സ്. അതേപോലെ എവേർഷൻ, ടേണിങ് യുവർ ഫുട്ട് ഡൗൺവേർഡ്സ്. ഓക്കെ. അടുത്തതായി നമ്മൾ പോകാൻ പോകുന്നു ഡോർസി ഫ്ലെക്ഷൻ, ലിഫ്റ്റിംഗ് യുവർ ഫുട്ട് ടു ദ ഷിന്നിലേക്ക് ഫൂട്ടിനെ അടുപ്പിക്കുന്നതിനാണ് ഡോർസി ഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. പ്ലാന്റർ ഫ്ലെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഫീറ്റിനെ താഴത്തേക്ക് എവേ ഫ്രം ദ ഷിന്നിനെയാണ് പ്ലാന്റർ ഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. സോ ഇതോടുകൂടി എൻ്റെ ഈ ടോപ്പിക് കഴിയുകയാണ്. നമ്മളിന്ന് പഠിച്ചത് ഫണ്ടമെൻ്റൽ ജോയിൻറ്റ് മൂവ്മെൻറ്റ്സിനെ പറ്റിയാണ്. എന്തൊക്കെയാണ് ഫണ്ടമെൻ്റൽ ജോയിൻറ്റ് മൂവ്മെൻറ്റ്സ്? സജിറ്റൽ പ്ലെയിൻ മൂവ്മെൻറ്റ്സ്, ഫ്രണ്ടൽ പ്ലെയിൻ മൂവ്മെൻറ്റ്സ്, ട്രാൻസ്വേഴ്സ് പ്ലെയിൻ മൂവ്മെൻറ്റ്സ് ആൻഡ് സ്പെഷ്യൽ മൂവ്മെൻറ്റ്സ്. ഇതിനെല്ലാമാണ് ഫണ്ടമെൻ്റൽ ജോയിൻറ്റ് മൂവ്മെൻറ്റ്സിൽ കണക്കാക്കുന്നത്. സോ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.